പ്രിയമുള്ളവരെ നമസ്കാരം. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട തീവെട്ടിക്കൊള്ളയുടെ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. പ്രത്യേകിച്ചും ശ്രീരാമനെ ഈ സംഘപരിവാരത്തിൻ്റെ തീവെട്ടിക്കൊള്ളയിൽ നിന്ന് രക്ഷിക്കുവാൻ ആരെങ്കിലും രഥയാത്ര നടത്തേണ്ടി വരുമോ എന്ന അവസ്ഥയിലാണ് അയോധ്യയിലെ കാര്യങ്ങൾ എന്ന് വ്യക്തമാവുകയാണ്. ഓരോ ദിവസവും പുറത്തു വരുന്നത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ്. കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും വെള്ളിയും സംഘപരിവാര പശ്ചാത്തലമുള്ള ആളുകൾ ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചുമാറ്റി സ്വന്തമാക്കി എന്നുള്ള വിവരങ്ങളാണ്. ഇന്ന് മുൻ ആഭ്യന്തര സെക്രട്ടറി ലക്ഷ്മി നാരായണൻ്റെ ഒരു പ്രസ്താവന, അദ്ദേഹം ഈ അന്വേഷണ കമ്മീഷന് കൊടുത്ത ഒരു മൊഴി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊഴി പ്രകാരം 5 കോടി രൂപ വില വരുത്തുന്ന സ്വർണത്തിൽ തീർത്ത ഒരു രാമചരിത മാനസം അദ്ദേഹം ഈ ക്ഷേത്രത്തിന് സംഭാവനയായി കാണിക്കയായി നൽകിയിരുന്നു. ഏകദേശം 151 കിലോ തൂക്കം വരുന്ന ഈ രാമചരിത മാനസവും ഇപ്പോൾ അടിച്ചുമാറ്റി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ക്ഷേത്രത്തിൽ അതില്ല എന്ന വിവരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ രാമചരിത മാനസം, സ്വർണത്തിൽ തീർത്ത ഈ രാമചരിത മാനസം മുൻ ആഭ്യന്തര സെക്രട്ടറി എസ് ലക്ഷ്മി നാരായണൻ ക്ഷേത്രത്തിന് സംഭാവന ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ രാമചരിത മാനസം തൻ്റെ ആയുസ്സുകാലത്തെ മുഴുവൻ സമ്പാദ്യവും ചിലവാക്കി സ്വർണത്തിൽ തീർത്ത ഈ രാമചരിത മാനസം ശ്രീരാമ വിഗ്രഹത്തിന് സമീപം സ്ഥാപിക്കണമെന്നായിരുന്നു. പക്ഷേ അത് സ്ഥാപിച്ചു കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരോപണങ്ങളൊക്കെയും നീളുന്ന വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും ഈ ക്ഷേത്രത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും കൂടിയായ ചമ്പത് റായോട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണ് താൻ ഈ രാമചരിത മാനസം ക്ഷേത്രത്തിന് നൽകുമ്പോൾ തൻ്റെ ആഗ്രഹം അങ്ങനെയല്ലായിരുന്നു, എന്തുകൊണ്ട് അത് ശ്രീരാമ വിഗ്രഹത്തിന് സമീപം സ്ഥാപിച്ചില്ല എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ചമ്പത് റായ് നൽകിയ മറുപടി, സംഭാവനയായി കിട്ടുന്ന വസ്തുക്കളെല്ലാം രാമവിഗ്രഹത്തിന് സമീപം സ്ഥാപിക്കുക സാധ്യമല്ല എന്നായിരുന്നു. എന്തായാലും പുതിയ പുതിയ വിവാദങ്ങൾ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ് എന്ന വാദഗതികൾ തന്നെയാണ് മാധ്യമങ്ങളൊക്കെയും ചർച്ച ചെയ്യുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയാണ്. മാസങ്ങൾക്കകം UP ഇലക്ഷൻ നടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പോലും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം അത് അവിടെ വളരെ പെട്ടെന്ന് തന്നെ BJP നിർമ്മിക്കുകയും അതിൻ്റെ കാർമ്മികത്വമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് നിർവഹിക്കുകയും ചെയ്തത് BJPക്ക് വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കും എന്ന രീതിയിലായിരുന്നു. പക്ഷേ UP BJP പ്രതീക്ഷിച്ച രാഷ്ട്രീയ നേട്ടം ഈ രാമക്ഷേത്രം മുൻനിർത്തി BJPക്ക് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം UP ലോക്സഭാ മണ്ഡലങ്ങളിൽ ആകെയുള്ള 80 മണ്ഡലങ്ങളിൽ 43 മണ്ഡലങ്ങളിലും വിജയിച്ചു. മാത്രമല്ല ഇലക്ഷൻ വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അജയ് റായിക്ക്, അതായത് കോൺഗ്രസിൻ്റെ UP അധ്യക്ഷന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വോട്ടുകൾക്ക് പിന്നിലാക്കുവാനും കഴിഞ്ഞു. വളരെ നെക്കിനിറങ്ങിയാണ് നരേന്ദ്രമോദി വാരണാസിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് ശ്രീരാമ ക്ഷേത്രത്തെ മുൻനിർത്തി BJP കളിക്കുന്ന രാഷ്ട്രീയം അത് ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നു എന്നു തന്നെയാണ് വ്യക്തമാകുന്നത്. അതിനിടയ്ക്കാണ് ഈ പുതിയ വിവാദങ്ങൾ കൂടി വരുന്നത്. കാരണം ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യം മിക്ക സ്ഥലങ്ങളിലും BJP പ്രതീക്ഷിച്ച നേട്ടമുണ്ടായില്ല. ഗുജറാത്തിൽ പോലും കോൺഗ്രസ്സിന് സീറ്റുകൾ നേടുന്ന അവസ്ഥയുണ്ടായിരുന്നു. രാജസ്ഥാനിലും കോൺഗ്രസ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മഹാരാഷ്ട്രയിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഉത്തരേന്ത്യയിൽ നിന്ന് രാമക്ഷേത്രം മുൻനിർത്തി BJP കളിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു കപടത അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി എന്നതിനിടയിലാണ് പുതിയ വിവാദങ്ങൾ കൂടി വരുന്നത്. അത് BJPയെ സംബന്ധിച്ച് തിരിച്ചടിയാകും എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. മാസങ്ങൾക്കകം നടക്കാൻ പോകുന്ന UP തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും ഈ രാമക്ഷേത്ര വിവാദം, അതുമായി ബന്ധപ്പെട്ട് സംഘപരിവാര പശ്ചാത്തലമുള്ള ആളുകൾ ഇതിൻ്റെ ആരോപണങ്ങളുടെ മുൻമുനയിൽ നിൽക്കുന്നത് BJPയെ സംബന്ധിച്ച് തിരിച്ചടിയാകും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ അത് പരിഹരിക്കുന്നതിനുള്ള ഉചിതമായ നടപടികളുമായിട്ട് അമിത്ഷായും ഒപ്പം നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഒക്കെ മുന്നോട്ട് പോകും എന്ന വിശകലനങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാവുന്ന പോലെ 3 പേരും രാഷ്ട്രീയ ചാണക്യന്മാരാണ്. അവർ ഇത് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടുപിടിക്കും. അതിനെ എങ്ങനെ കോൺഗ്രസ് പ്രതിരോധിക്കും എന്ന രീതിയിലുള്ള വിശകലനങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ അവസരങ്ങളിൽ അവർ പ്രതിരോധത്തിലാകുന്നു എന്നത് ആ പാർട്ടിക്ക് ആശ്വസിക്കുവാൻ വക നൽകുന്നതല്ല. കാരണം ഉത്തരേന്ത്യയെ സംബന്ധിച്ച് ശ്രീരാമൻ എന്ന് പറയുന്നത് അവരുടെ വികാരമാണ്. ഉത്തരേന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇലക്ഷനിൽ സ്വാധീനിക്കുവാൻ തക്ക രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും
യു പിയിൽ അഖിലേഷ് യാദവ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യു പിയിൽ കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷൻ അജയ് റായ് അയോധ്യ സന്ദർശിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. പക്ഷേ അജയ് റായിയെ ഈ വിവാദ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് യു പി പോലീസ് അനുവദിച്ചില്ല. അദ്ദേഹത്തെ ഹോട്ടൽ മുറിയിൽ തടഞ്ഞു എന്ന വാർത്തയും മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഒരുപക്ഷെ കോൺഗ്രസും അതുപോലെ പ്രാദേശിക കക്ഷികളും അജയ് റായിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് യു പിയിലും അതുപോലെ അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലും ഒക്കെ ഒരുപക്ഷെ കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് ശ്രീരാമ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ട ക്ഷേത്ര കൊള്ള എത്തിച്ചാൽ അത് BJPക്ക് തിരിച്ചടിയാകും എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിൽ യു പിയിൽ BJPക്ക് അധികാരം നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രകമ്പനങ്ങൾ ഉത്തരേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ടായേക്കാം എന്ന നിഗമനങ്ങൾ പുറത്തു വരികയാണ്. യു പിയിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അഖിലേഷ് യാദവിൻ്റെ SP-യും കോൺഗ്രസും ഒക്കെ മികച്ച പ്രകടനമാണ് നിയമസഭാ ഇലക്ഷനിൽ കാഴ്ചവെച്ചത്. അഖിലേഷ് യാദവ് ഏകദേശം 115ഓളം സീറ്റുകൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യു പിയിൽ BJP തന്നെയാണ് അധികാരം നിലനിർത്തിയത്. പക്ഷേ ആ വോട്ടിംഗ് ശതമാനമൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ BJP 42% വോട്ടാണ് കഴിഞ്ഞ യു പി നിയമസഭാ ഇലക്ഷൻ നേടിയത്. അഖിലേഷ് യാദവിൻ്റെ പാർട്ടിക്ക് അഖിലേഷ് യാദവിൻ്റെ പാർട്ടിക്ക് 32% വോട്ടുണ്ട്. BSPക്ക് ഏകദേശം 12-13% വോട്ടുകളുണ്ട്. അതായത് BSPയും SP-യും കോൺഗ്രസും ഒക്കെ ചേരുകയാണെങ്കിൽ ഒരുപക്ഷേ യു പിയിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതായത് ഉത്തരേന്ത്യയിലാകമാനം ഒരു ശ്രീരാമ ജന്മഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഒരു വിശകലനങ്ങൾ ആഞ്ഞടിക്കും എന്നു തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. മറ്റൊന്ന് കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ നടന്നിട്ടുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ സമയത്തൊക്കെയും വലിയ രീതിയിൽ ഭൂമികൾ കൂടിയ വിലയ്ക്ക് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്ന നിഗമനങ്ങളൊക്കെ വരികയാണ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് എത്രത്തോളം പ്രതിരോധിച്ചു നിൽക്കുവാൻ BJPക്ക് കഴിയും എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും നമുക്കറിയാവുന്ന പോലെ അമിത്ഷാ അദ്ദേഹം രാഷ്ട്രീയ ചാണക്യനാണ്. ഇത് എങ്ങനെ ഓവർകം ചെയ്യാം എന്ന രീതിയിൽ അദ്ദേഹം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പുതിയ വിവാദങ്ങളുണ്ടാകാം. അതിൻ്റെ അലയൊലികൾക്കിടയിൽ ഈ പ്രശ്നങ്ങൾ മറന്നുപോയേക്കാം എന്ന നിഗമനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ മറ്റൊന്ന് പ്രത്യേകത കൂടിയുണ്ട്. നീറ്റ് ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുകയാണ്. ഏകദേശം 12-ൽ പരം വിദ്യാർത്ഥികളാണ് ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഭാവി തുലഞ്ഞു എന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തത്. BJPയുടെ വോട്ട് ഉത്തരേന്ത്യയിൽ അത് മിഡിൽ കാസ്റ്റ് വോട്ടാണ്. അവരുടെ കുട്ടികളാണ് കൂടുതലും ഇത്തരം ആത്മഹത്യയിലേക്ക് വഴുതി വീഴുന്നത്. പക്ഷേ അതും BJPയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. മിഡിൽ കാസ്റ്റ് വോട്ടുകൾ അത് ഹൈന്ദവ വോട്ടുകൾ അത് BJPക്ക് എതിരാകുന്ന പക്ഷം BJP തിരിച്ചടി നേരിടേണ്ടി വരും ഉത്തരേന്ത്യയിൽ എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് നടത്തപ്പെടുന്നത്. ഉത്തരേന്ത്യയിലെ ഒരു രാഷ്ട്രീയ ചർച്ചകൾ വഴിതെളിക്കുന്നത് ഈ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രവും അതുപോലെ ഈ നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർന്നതുമൊക്കെ BJPക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നൽകുമെന്നാണ്. പക്ഷേ കോൺഗ്രസ് അത്രത്തോളം ഈ പ്രക്ഷോഭങ്ങൾക്ക് മുൻപന്തിയിലേക്ക് വരുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം രാജ്യത്ത് ഇപ്പോൾ ഉണ്ട്. ചർച്ചകൾ ഒക്കെ കാണിക്കുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജ്യത്തില്ല എന്നതാണ്. രാഹുൽ ഗാന്ധി പ്രത്യേകിച്ചും കോൺഗ്രസ് ഒരു വലിയ രീതിയിലുള്ള ജനകീയമായ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ട സമയത്ത് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യവും ചർച്ചയാകുന്നുണ്ട് എന്നത് വലിയ പ്രാധാന്യത്തോട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.